നമസ്കാരമുണ്ട്. ഓറായോ? ഗുരുവായൂരൊന്ന് പോയി ഭഗവാനെ തൊഴണം. മകനെയും കൂട്ടി നന്ദിച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. വേഗം വരണം. രാമായണ മാസം അവസാനം ക്ഷേത്രത്തിൽ ഒരുപാട് പരിപാടി ഉള്ളതാ. ദാസേട്ടനില്ല ഞാൻ ഒന്നും ശരിയാവില്ല. ഒന്നും പേടിക്കാനുണ്ട് നമ്പൂരി. ഒരാഴ്ചയെ അവിടെ താമസിക്കൂ. മറക്കാതിരിക്കുക. അല്ല, എല്ലാ കർക്കിടക മാസം 1-ാം തീയതിയും ദാസേട്ടൻ എന്തിനാ തിരിലേക്ക് പോണേ? നള്ളി ചേച്ചി എനിക്ക് ഗുരു മാത്രല്ല, എന്റെ അമ്മയെ പോലെയാണ്. ഓ, അത്രയ്ക്ക് നാടിന് പ്രിയപ്പെട്ടവരാണോ ഈ നളിനേച്ചി? നമ്പൂരി അവരൊന്ന് പരിചയപ്പെടേണ്ടതാണ്. ആവാലോ, ഒരിക്കൽ വരാം. ഗുരുവായൂരിനടുത്തേ ബ്രഹ്മകുളം കുറ്റിച്ചിറ തറവാട്ടിൽ ഭഗവത്ഗീതയും അതേപോലെ തന്നെ അധ്യാത്മ രാമായണവും ഒക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പണ്ഡിതനായ കപ്രശ്ശേരി അപ്പുണ്ണിക്കൈമളുടെ മകൾ. തിരൂരില് അന്നാരയിൽ പൂതേരി തറവാട്ടിലെ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഭാര്യയുമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥ നളിനി ചേച്ചി. സ്ത്രീകളും കുട്ടികളും അടക്കം പുതിയ തലമുറയിൽപ്പെട്ട അനേകം ആളുകൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായിട്ട് ചേച്ചിയുടെ വീട്ടിൽ വേദവും അതേപോലെ തന്നെ രാമായണ പാരായണം പഠിക്കുന്നതിനൊക്കെ വേണ്ടി എത്തിച്ചേരുന്നു. അതിലും സവിശേഷമായൊരു കാര്യം, വേദമന്ത്രങ്ങൾ എന്ന 3 പുസ്തകങ്ങൾ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് ചേച്ചി പ്രസിദ്ധീകരിച്ചു. പ്രണമാമ്യഹം എന്നൊരു പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിയ പുസ്തകം കൂടി ഈ അടുത്ത കാലത്ത് ചേച്ചി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദാസേട്ടന് ആ ഗുരുത്വം കിട്ടിയിട്ടുണ്ടല്ലോ. അധ്യാത്മരംഗത്ത് നാടിന് തന്നെ ഒരു ഐശ്വര്യമാണ് ഇത്തരത്തിലുള്ള ആളുകൾ. മകന് വേദം പഠിക്കണമെന്നും രാമായണ പാരായണം പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവനും എന്റെ കൂടെ വരുന്നുണ്ട്. നല്ല കാര്യം. ദാസേട്ടന് ഒരു പാരമ്പര്യം വേണമല്ലോ. എന്നാ ശരി, ഞാൻ പോരി. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മകൻ രാമദാസൻ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാ പോയി വരില്ല. ഇതാണ് മോനെ അച്ഛൻ പറയാറുള്ള പൂതേരി തറവാട്. മോനെ, ഇവിടെയാണ് നളിനി ചേച്ചി വേദം പഠിപ്പിച്ചു, രാമായണ പാരായണം പരിശീലിപ്പിച്ചു, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായി മാറി. ദാസം വന്നോ? നളിനി, ദാസം വന്നു. കർക്കിടക 5 കുട്ടിയെ എല്ലാ വർഷവും നീ 1-ാം തീയതി വരുന്നതാണ്. രാമായണ മാസല്ലേ, ശ്രീരാമക്ഷേത്രത്തില് നല്ല തിരക്കാണ് ചേച്ചി. രാമായണ പാരായണത്തിന് ഉത്തരവാദിത്തപ്പോ എനിക്കാണ്. ഭാരത ദാസന്റെ മകനല്ലേ, എന്നെ പോലെ തന്നെ ഉണ്ട്. എന്താ അവിടെ തന്നെ നിൽക്കണേ? കേറി വാ മക്കളെ. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ അകത്തേക്ക് പോവുകയാണ്. എന്തേ ചേച്ചിയെ തുഞ്ചമറമ്പിലൊന്നും പോയില്ലേ? തുഞ്ചമ്പറമ്പിൽ രാമായണ പാരായണം കഴിഞ്ഞ് വന്നിരിക്കുക. പണ്ടത്തെ പോലെ നടക്കാനൊന്നും വയ്യ കുട്ടി. കർക്കിടക 1-ാം തീയതി പോയിരുന്നു, ഇന്നും പോയി. ഇനി കുറച്ച് ദിവസം കൂടി പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാ ശിഷ്യന്മാരും ഇപ്പൊ വരാറില്ലേ? എന്റെ ശിഷ്യഗണങ്ങളാണ് അവിടെ എല്ലാ ദിവസവും പാരായണം ചെയ്യണത്. എന്നെ പോലത്തെ ഒരുപാട് ശിഷ്യര് ചേച്ചിക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഈ ആയുസിൽ
അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. മകന് വേദവും രാമായണ പാരായണമൊക്കെ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ചേച്ചി ഇതൊക്കെ അവനെയും പഠിപ്പിക്കണം. അതിനെന്താ, ഭഗവാൻ എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നവരെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനല്ലേ, രാമായണം ഒളിഞ്ഞെന്ന് കേട്ട് പഠിച്ച വിദ്വാനല്ലേ. എന്റെ മകനും എന്റെ ശിഷ്യനാവട്ടെ. എന്താ മോന്റെ പേര്? രാമദാസൻ. രാമദാസൻ. ഞാൻ നിനക്കിട്ട പേര് അതൊരു കടമീട്ടിലായിരുന്നു വിദ്യാദാസ. വനയാത്ര. രാഘവൻ പ്രാതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയി ഞാൻ രാമായണ പാരായണം ചെയ്യണമെന്ന് നീ ഒളിഞ്ഞെന്ന് കേൾക്കാല്ലേ? നിനക്ക് രാമായണ പാരായണം ചെയ്യാനും വേദം പഠിക്കാനും ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് ചേച്ചി. രാമായണവും വേദവും നന്നായി പഠിച്ചില്ലെങ്കിൽ നല്ല അടി കിട്ടും. ചൂട് ഞാൻ പഠിച്ചോണ്ട് തന്നെ ചേച്ചി. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ രാമദാസാന്ന് വിളിക്കും. വേണ്ട, എന്നെ ദാസാന്ന് വിളിച്ചാൽ മതി. ദാസ ഓടല്ലേ വീഴും. ദാസൻ കുറച്ചു ദിവസം തുഞ്ചമ്പറമ്പില് രാമായണ പാരായണം നടത്തിയിട്ട് എല്ലാ വർഷവും ചെയ്യാറുള്ളതല്ലേ ചേച്ചി, ജീവിതകാലം മുഴുവൻ ഇതുണ്ടാവും. രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലെ വരത്ത് കഴിച്ചു. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മനസ്സേ ശൂന്യതെന്തൊരു കാരണം. പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീശ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. മൃഗങ്ങളെല്ലാം ജയിക്കാനൊരു മതി, സുഖിയായി വരുമവൻ വീരനൽകരിക്കും നിർഭയനായി വരും. ഞാനിതൻ കേൾക്കുന്ന സദാ പഠേ രാമചന്ദ്ര പദാംബുജദ്വയ സന്തതാഖിലമാ. ചേച്ചിയെ, ഞാൻ ഇറങ്ങിയായി. ശ്രീരാമക്ഷേത്രത്തിലെ കർക്കിടക മാസം അവസാന ദിവസം സമ്പൂർണ്ണ രാമായണ പാരായണാണ്. അപ്പോഴേക്ക് എനിക്ക് അവിടെ എത്തണം. എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ അച്ഛനും ഞാൻ വരിക. ഞാൻ വിളിക്കാം ദാസ. രാമായണവും വേദവും നന്നായി പഠിച്ചില്ലെങ്കിൽ നല്ല അടി കിട്ടും. വേദവും രാമായണം നല്ലപോലെ പഠിക്കണം, അല്ലെങ്കിൽ നല്ല അടി കിട്ടും രാമദാസ.